بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. إنه باب الإخلاص അവസാനത്തെ ഹദീസാണ്, കുറച്ച് ദീർഘമായ ഹദീസാണ്. മൂന്നാൾക്കാരുടെ സംഭവമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറയുന്നത്. മുൻകാല സമുദായക്കാരിലെ മൂന്നാൾക്കാർ ഒരു ഗുഹയിൽ കുടുങ്ങുകയും അവർ ചെയ്ത അമലുകൾ വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവർ അതിൽ നിന്നും രക്ഷപ്പെടുന്ന സംഭവം. عن أبي عبد الرحمن عبد الله بن عمر بن الخطاب رضي الله عنهما قال سمعت رسول الله صلى الله عليه وسلم يقول അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു എന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ പറയുന്നു. انطلق ثلاثة نفر ممن كان قبلكم, നിങ്ങൾക്ക് മുമ്പുണ്ടായ സമുദായക്കാരിൽ നിന്ന് മൂന്നാൾക്കാർ യാത്ര പുറപ്പെട്ടു. حتى آواهم المبيت إلى غار فدخلوه, അങ്ങനെ രാത്രി അവർ ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. ഗുഹാറെന്ന് പറഞ്ഞാൽ മലമുകളിലുള്ള ഒരു ഗുഹ. ഫദഖലൂഹു, അങ്ങനെ അവർ ആ ഗുഹയിൽ പ്രവേശിച്ചു. ബുഖാരിയുടെയും മുസ്ലിമിന്റെയും റിവായത്തിൽ കാണാം, മഴ കാരണമാണ് അവർ ആ ഗുഹയിലേക്ക് കയറി നിന്നത്. ഫൻഹദറത് സഖറത്തുൻ മിനൽ ജബലി ഫസദ്ദത് അലൈഹിമുൽ ഗാർ, പെട്ടെന്ന് മലമുകളിൽ നിന്ന് ഒരു വലിയ പാറ ഉരുണ്ടു വന്ന് അവരുടെ ഗുഹാമുഖം അടച്ചു. فقالوا إنه لا ينجيكم من هذه الصخرة إلا أن تدعوا الله تعالى بصالح أعمالكم. അപ്പോൾ അവർ പരസ്പരം സംസാരിച്ചു. പരസ്പരം മൂന്നാൾക്കാരുണ്ട്. പരസ്പരം പറഞ്ഞു, നിങ്ങൾ ചെയ്ത നല്ല അമലുകൾ വെച്ചിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തതല്ലാതെ ഈ പാറയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുകയില്ല. قال رجل منهم, അപ്പോൾ അതിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, اللهم അല്ലാഹുവേ ഇന്നഹു കാന ലി അബവാനി ശൈഖാനി കബീറാൻ. പിന്നെ ഓരോരുത്തർ ചെയ്ത അമൽ വെച്ചിട്ട് അള്ളാഹു പുറത്തു മുൻനിർത്തി ദുആ ചെയ്യാം. ഇത് തവസ്സുലുൻ മശ്റൂആണ്, നിയമമാക്കപ്പെട്ട തവസ്സുൽ. നമ്മൾ ചെയ്തൊരു നന്മ അത് എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു ഞാൻ ഇങ്ങനെ ചെയ്തു, എന്നിട്ട് നീ കാര്യങ്ങൾ ചോദിക്കാം, അള്ളാഹോട് ദുആ ചെയ്യാം. എൻ്റെ രീതി എന്നത്, അള്ളാഹുവേ എനിക്ക് രണ്ട് മാതാപിതാക്കൾ ഉണ്ടായിരുന്നു, ശൈഖാനി കബീറാൻ, വയസ്സായ വൃദ്ധന്മാരാണ്. وكنت لا أغبك قبلهما أهلا ولا مالا, ഞാൻ പാല് കറന്നെടുത്താൽ എൻ്റെ കുട്ടികൾക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും കൊടുക്കുന്നതിന്റെ മുമ്പ് ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് കൊടുക്കുമായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ശീലമാണ്. ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നാൽ പാല് കറന്ന് ആദ്യം മാതാപിതാക്കൾ കൊടുക്കും. അവർ കുടിച്ചതിന് ശേഷമാണ് കുടുംബക്കാർ കൊടുക്കുക. ഒരു ദിവസം فنأى طلب الشجر يوما فلم أروح عليهما حتى ناما, ഒരു ദിവസം ഞാൻ കാട്ടിൽ വിറക് ശേഖരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരത്തേക്ക് നടന്നു. എനിക്ക് തിരിച്ചു വരാൻ വൈകി. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും അവിടെ രണ്ടാൾക്കാരും ഉറങ്ങിപ്പോയിരുന്നു. فحلبت لهما عبوقهما فوجدتهما نائمين, അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി പാല് കറന്നു. പക്ഷെ ഞാൻ കണ്ടത് അവർ രണ്ടാൾക്കാരും നല്ല ഉറക്കിലായിരുന്നു. فكرهت أن أوقظهما وأن أوبخ قبلهما أهلا أو مالا, എനിക്ക് അവരെ ഉറക്കിൽ നിന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ ഒരു പ്രയാസം, ഞാനത് വെറുത്തു. അത് പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. വയസ്സായ ആൾക്കാരാണ്. അവർക്ക് മുമ്പ് എൻ്റെ കുടുംബത്തിന് പാല് കൊടുക്കാനും എനിക്കിഷ്ടമല്ല. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് തിരിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. فلبثت والقدح على يدي, ഞാൻ അങ്ങനെ നിന്നു. എൻ്റെ മാതാപിതാക്കളുടെ അടുക്കൽ ഞാൻ നിന്നു. ഞാൻ അവരെ വിളിച്ചില്ല, ഞാൻ അവിടെ നിന്നു. എന്റെ കയ്യിൽ പാലിന്റെ പാത്രമുണ്ട്. അന്തളിറു ഇസ്തിഖാലഹുമാ ഹത്താ ബരിഖൽ ഫജ്റു, ഞാൻ അവർ സ്വമേധയാ എഴുന്നേൽക്കുന്നതും കാത്തു നിന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ഹത്താ ബരിഖൽ ഫജ്റു, പ്രഭാതമാകുന്നത് വരെ, സുബഹിയാകുന്നത് വരെ തിരുന്നത്തു നിന്നു. വസ്സബിയ്യതു യതലാഗൗന ഇൻദ ഖദമി, എന്റെ മക്കൾ എന്റെ കാലിനടുത്ത് വന്നിട്ട് കരഞ്ഞൊച്ചപ്പാടാക്കുന്നുണ്ട്, ബഹളാക്കുന്നുണ്ട് പാലിന് വേണ്ടിയിട്ട്. ഞാൻ കൊടുത്തിട്ടില്ല. എന്റെ മാതാപിതാക്കൾ കൊടുക്കുന്നതിന്റെ മുമ്പ് എന്റെ മക്കൾ കൊടുക്കുന്നത് ഞാൻ വെറുത്തു. എനിക്കിഷ്ടമല്ല. എന്റെ മാതാപിതാക്കൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നതും എനിക്കിഷ്ടമല്ല, എനിക്ക് മനസ്സ് വരുന്നില്ല. ഞാൻ അവർ എഴുന്നേൽക്കുന്നതിൽ ഞാൻ നിന്നു സുബഹിയാകുന്നത് വരെ. സുബഹിയായപ്പോൾ അവർ രണ്ടാൾക്ക് എഴുന്നേറ്റു, അവരുടെ പാല് കുടിച്ചു. അദ്ദേഹം പറയാം, അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക, അത് നമ്മുടെ ഈ ബാബുമായിട്ടുള്ള ബന്ധം, ഇഖ്ലാസുമായിട്ടുള്ള ബന്ധം ഈ വാക്കിനാണ്. അള്ളാഹുവേ, ഞാനത് ചെയ്തത് നിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ്.
അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചാണ്. നമ്മൾ ഈ ഇപ്പോഴുള്ള ഈ പ്രയാസത്തിൽ, ഈ പാറയുടെ ഈ പ്രയാസത്തിൽ നിന്നും നമുക്ക് നീ വിടുതി തന്നാവുക, നമുക്കൊരു നീ പ്രയാസം നീക്കി തന്നാവുക. ആ പാറ കുറച്ചപ്പം നീങ്ങി. ഈ രീതിയിൽ ദ്വാ ചെയ്തപ്പോ പാറ കുറച്ച് നീങ്ങി. പക്ഷെ അവർക്ക് അതിലൂടെ പുറത്തിറക്കാൻ പറ്റിയിട്ടില്ല. ആ രീതി ചെറിയ രീതിയിലാണ് നീങ്ങിയത്. അപ്പൊ മറ്റൊരാൾ പറഞ്ഞു, രണ്ടാമത്തെ ആൾ, അള്ളാഹുവെ എനിക്ക് എന്റെ അമ്മന്റെ ഒരു മകൾ ഉണ്ടായിരുന്നു. അമ്മ എന്ന് പറഞ്ഞാൽ ഉപ്പയുടെ സഹോദരൻ, ഉപ്പാന്റെ സഹോദരന്റെ ഒരു മകൾ ഉണ്ടായിരുന്നു. കാനത്ത് അഹബ്ബന്നാസി ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടം അവളോടായിരുന്നു, അതല്ലാതെ സ്നേഹിച്ചു അവളെ. ബുഖാരിയുടെ മുസ്ലിമിന്റെ വേറൊരു റിവായത്തിൽ എന്തുണ്ട്, കുന്തു ഉഹിബ്ബുഹാ കഅശദ്ദി മാ യുഹിബ്ബു റിജാലു അന്നിസാ. സാധാരണ രീതിയിൽ ഒരാണ് ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നതിൽ അതിനേക്കാൾ കടുത്ത രീതിയിൽ ഞാൻ അവളെ സ്നേഹിച്ചു. ഫഅറദ്തുഹാ അലാ നഫ്സിഹാ, ഞാൻ അവളെ ജിമാ ചെയ്യാൻ, അവളുമായി ബന്ധപ്പെടാൻ, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിച്ചു. പക്ഷെ അവളത് വിസമ്മതിച്ചു, അത് സമ്മതിച്ചില്ല. ഹത്താ അലമ്മത് ബിഹാ സനത്തും മിനസ് സിനീൻ, അങ്ങനെ ഒരു ദിവസം അവൾക്കൊരു പ്രയാസം വന്നു, ഒരു ബുദ്ധിമുട്ട് വന്നു. ആ പ്രയാസം നീങ്ങാൻ വേണ്ടി ഞാൻ അവൾ എന്റെ അടുക്കലേക്ക് പ്രയാസം പറഞ്ഞുകൊണ്ട് എന്റെ അടുക്കലേക്ക് വന്നു. അത് നീക്കി കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ 120 ദീനാർ അവൾക്ക് കൊടുത്തു. അത് കൊടുക്കുന്ന സമയത്ത് ഒരു നിബന്ധന, എനിക്ക് വഴിപ്പെട്ടു തരണം, എനിക്ക് വഴിപ്പെട്ടു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുത്തത്. അവളത് ചെയ്തു. ആ ഒരു ദുർഘടഘട്ടത്തിൽ അവളത് ചെയ്തു, സമ്മതിച്ചു. അങ്ങനെ എനിക്കെല്ലാം സൗകര്യം ചെയ്തു. ഞാൻ അവിടെ ബന്ധപ്പെടാൻ പോവാണ്, അതിനെല്ലാ സൗകര്യം എനിക്ക് കിട്ടി. ഇമാം ബുഖാരിയുടെ റിവായത്തിലുണ്ട്, അവളുടെ കാലിന്റെ ഇടയിൽ ഞാൻ കയറിയിരുന്നു. ഒരു സാഹചര്യം അതിന്റെ അവിടെ എത്തി. ആ സമയത്ത് അവൾ എന്നോട് പറഞ്ഞു, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ആ ഒരു സമയമാണ്, എല്ലാ സൗകര്യം ഉണ്ട്, എല്ലാ സുഖസൗകര്യങ്ങളുണ്ട്, സാഹചര്യങ്ങൾ ഒത്തു, അവള് സമ്മതിച്ചു. പക്ഷെ ആ സമയത്ത് അവൾ എന്നോട് പറഞ്ഞു, ഇത്തഖില്ലാ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വലാ തഫുല്ലൽ ഖാതമ ഇല്ലാ ബിഹഖിഹി, നിനക്ക് അർഹതയില്ലാത്ത സീൽ നീ പൊട്ടിക്കരുത്. ഈ വാക്ക് കേട്ടപ്പോ, അല്ലാഹുവിനെ സൂക്ഷിക്കാന്ന വാക്ക് കേട്ടപ്പോ ഞാൻ അവളിൽ നിന്ന് മാറി നിന്നു. അവൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരുന്നു. പക്ഷെ എന്നാലും അള്ളാഹിനെ പേടിച്ചിട്ട് ഞാൻ മാറി നിന്നു. അതുപോലെ തന്നെ അവൾക്ക് ഞാൻ കൊടുത്ത ദീനാർ, അത് സദഖയെ, അത് വെറുതെ കൊടുത്തു, അവളിൽ നിന്ന് മാറി നിന്നു. അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക, അല്ലാഹുവേ ഞാൻ നിന്റെ പ്രീതി കാംക്ഷിച്ചാണ്, നിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചാണ് ചെയ്തത്. ഫഫ്റുജ് അന്നാ മാ നഹ്നു ഫീഹി, നമ്മൾ ഈ ഉള്ള പ്രയാസത്തിൽ നിന്നും നമുക്കൊരു പരിഹാരം തന്നെ. فانفرجت الصخرة غير أنهم لا يستطيعون الخروج منها. രണ്ടാമത്തെ ആളും ഇങ്ങനെ ദുആ ചെയ്തപ്പോ ആ പാറ അല്പം കൂടി നീങ്ങി. പക്ഷെ എന്നാലും ഇതില്ല, അവർക്ക് മൂന്നാമത്തെ അതിലൂടെ പുറത്തു വരാൻ സാധിച്ചില്ല. അപ്പൊ മൂന്നാമത്തെ ആൾ ദുആ ചെയ്തു, اللهم إني استأجرت أجراء وأعطيتهم أجرهم. അല്ലാഹുവേ, ഞാൻ കൂലിക്കാരെ വിളിച്ചു, പണിക്കാരെ വിളിച്ചു, അവർക്ക് ഞാൻ അവരുടെ പ്രതിഫലവും നൽകി. غير رجل واحد, ഒരാൾ വിളിച്ചു. തറക അല്ലദീ ലഹു വദഹബ, അവൻ അവനക്കുള്ള വേതനം വാങ്ങാതെ അവൻ പോയി. ഫസമ്മർതു അജ്റഹു ഹത്താ കഥറത് മിൻഹു അൽഅംവാൽ, അവനെ കൊടുക്കേണ്ട ആ കൂലി, ആ പൈസ ഞാൻ എന്ത് ചെയ്തു, ചെലവഴിച്ചു, അതിൽ കച്ചവടം ചെയ്തു, കൃഷി ചെയ്തു. അങ്ങനെ ഫഖത് കഥറത് മിൻഹു അൽഅംവാൽ, എന്റെ സമ്പത്ത്, ആ ഒരു സമ്പത്തിലൂടെ ഞാൻ എന്ത് ചെയ്തു, സമ്പാദിച്ച എന്റെ സമ്പത്ത് കുറെ ഉണ്ടാക്കി, കുറെ കന്നുകാലികളും കുറെ കൃഷിത്തോട്ടങ്ങളും അതൊക്കെ ഉണ്ടാക്കി. ഫജാഅനി ബഅദ ഹീൻ, കുറെ വർഷത്തിന് ശേഷം അവൻ തിരിച്ചെന്റെ അടുക്കലേക്ക് വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ അബ്ദുല്ലാ അദ്ദി ഇലയ്യ അജ്രി, എനിക്ക് അന്ന് നീ തരാൻ ബാക്കി വെച്ച ആ കൂലി, ആ വേതനം എനിക്ക് ഇപ്പൊ തരണം. അദ്ദേഹം ചോദിച്ചു. ഫഖുൽതു, അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, കുല്ലു മാ തറാ മിൻ അജ്രിക്, നീ കാണുന്ന സമ്പത്തെല്ലാം നിന്റെതാണ്. അപ്പൊ ഒന്നാൾ ചോദിച്ചു, മിനൽ ഇബ്ലി വൽ ബഖരി വൽ ഗനമി വൽ റഖീഖ്, ഈ കാണുന്ന ആടും പശുവും ഒട്ടകവും അതുപോലെ നീ അടിമകളും ഇതൊക്കെ നിന്റെ സമ്പത്താണ്. അപ്പൊ വന്നാൾ ചോദിച്ചു, യാ അബ്ദല്ലാ ലാ തസ്തഹ്സി ബിഹി,
നീ എന്നെ കളിയാക്കരുത്, പരിഹസിക്കരുത്. അവിടെ അത്ഭുതപ്പെട്ടു. നീ എന്നെ പരിഹസിക്കരുത്, ഒരു ദിവസത്തെ കൂലി ജോലിയുടെ വേതനം ഇത്ര കാലം കൊടുക്കോ, നീ എന്നെ പരിഹസിക്കരുത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ പരിഹസിക്കുന്നതല്ല, ഇതൊക്കെ നിന്റെ ആ സമ്പത്തിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയതാണ്, ഇപ്പൊ ഇതൊക്കെ നിനക്കുള്ളതാണ്. അവൻ എന്ത് ചെയ്തു? ആ സമ്പത്തൊക്കെ വന്നാണ് അതിന്റെ എല്ലാ സമ്പത്തും എടുത്തു, ആ കന്നുകാലികളും ആ അടിമകളെല്ലാം എടുത്തു. ഫസ്താഖഹു, അതും എടുത്തിട്ട് അവൻ പോയി. ഫലം യത്റുക് മിൻഹു ഷൈഅ, ഒന്നും ബാക്കി വെച്ചിട്ടില്ല. ഇത് നമുക്കതിന്റെ ഇത് മനസ്സിലാവും, ആ ഒരു അവസ്ഥ മനസ്സിലാവും. അവനതൊരിക്കലും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും സമ്പത്ത് അവൻ അധ്വാനിച്ച് ഉണ്ടാക്കിയതാണ്, അതൊരിക്കലും കൊടുക്കേണ്ട ആവശ്യമില്ല. ആ വേതനം മാത്രം കൊടുത്താൽ മതി. പക്ഷെ അള്ളാഹു സൂക്ഷിച്ചു, പേടിച്ചു. അവന്റെ ആ സമ്പത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് അള്ളാഹിന്റെ പ്രീതി ആവശ്യം എന്ത് ചെയ്തു? എല്ലാം കൊടുത്തു. اللهم إن كنت فعلت ذلك ابتغاء وجهك فافرج عنا ما نحن فيه من هذه الصخرة. അല്ലാഹുവേ, ഞാൻ ഇത് ചെയ്തത് നിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ്, നിന്റെ വജഹ് മാത്രം ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഈ പാറയുടെ ഈ മുസീബത്തിൽ നിന്നും നമുക്ക് നീ പരിഹാരം കാണിച്ചു. അങ്ങനെ ആ പാറ പൂർണ്ണമായിട്ടും നീങ്ങി. അങ്ങനെ അവനെന്ത് ചെയ്തു? അതിലൂടെ പുറത്താണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസ്. ഇതാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ ഒരു ഹദീസ്. ഈ ഹദീസ് ഇമാം നബവി റഹിമഹുല്ലാഹ് ഈ ബാബിൽ കൊണ്ടുവന്നത് അവർ മൂന്നാൾക്കാരും അത്രയും ഇഖ്ലാസോടുകൂടി ചെയ്ത അമലാണ്. ആരും കണ്ടിട്ടില്ല, ആരും അറിയില്ല, അള്ളാഹു മാത്രം അറിയുന്ന ഒരു സാഹചര്യത്തിൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അള്ളാഹിന്റെ വജഹ് ഉദ്ദേശിച്ച് അവർ അമൽ ചെയ്തു. അവർ അള്ളാഹു സ്വീകരിച്ചു. ഇഖ്ലാസാണ് ഒരു അമൽ സ്വീകരിക്കാനുള്ള മാനദണ്ഡം. ഇഖ്ലാസും മുതാബഅത്തുൻ റസൂൽ, ഈ രണ്ട് മാനദണ്ഡങ്ങളില്ലെങ്കിൽ അമൽ സ്വീകരിക്കപ്പെടും. ഇഖ്ലാസിന്റെ ബാബ് കഴിഞ്ഞ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ നമുക്ക് ബാബു തൗബയുടെ ബാബ് ആരംഭിക്കും. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.